ഇറാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് റഷ്യ. ഇറാനിൽ US നടത്തിയ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ് റഷ്യ. ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിന് ന്യായീകരണമില്ലെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരങ്ചിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പുടിൻ ഇക്കാര്യം പറഞ്ഞത്. ഇറാനിലെ ജനതയെ സഹായിക്കാൻ മോസ്കോ ശ്രമിക്കുകയാണെന്നും ചർച്ചയ്ക്കിടെ പുടിൻ ഇറാൻ വിദേശകാര്യമന്ത്രിയോട് പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവയാണ് US ബോംബർ ആക്രമണങ്ങൾ ആക്രമിച്ചത്. പിന്നാലെയാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി മോസ്കോയിലെത്തി പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന സാഹചര്യത്തിലാണ് പുടിൻ തിങ്കളാഴ്ച ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾ US ബോംബിട്ട് മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ നേരിട്ട് പങ്കാളിയായി ഒരു ദിവസത്തിന് ശേഷമാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ ഉദ്യോഗസ്ഥരും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ കൊലപ്പെടുത്തി ഭരണമാറ്റം ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് പരസ്യമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത് മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്നാണ് റഷ്യ ഭയപ്പെടുന്നത്. ഇറാനെതിരെയുള്ള തികച്ചും പ്രകോപനരഹിതമായ ആക്രമണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല, ന്യായീകരണവുമില്ല. ഞങ്ങളുടെ ഭാഗത്ത് ഇറാനിയൻ ജനതയെ സഹായിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഇന്ന് നിങ്ങൾ മോസ്കോയിലാണെന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ അടിയന്തര വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാനും ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് നമുക്കെങ്ങനെ രക്ഷപ്പെടാമെന്ന് ഒരുമിച്ച് ചിന്തിക്കാനും ഇത് അവസരം നൽകും, പുടിൻ അരാങ്ചിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. ഇറാനെ പിന്തുണയ്ക്കാൻ എന്താണ് ചെയ്യുന്നതെന്ന് പക്ഷേ റഷ്യ വ്യക്തമാക്കിയില്ല. തെഹ്റാൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് സഹായിക്കുമെന്നാണ് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞത്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ റഷ്യ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നുവെന്നും തെഹ്റാനെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു പ്രധാന സൂചനയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനുവരിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു തന്ത്രപരമായ സഹകരണ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ അതിൽ പരസ്പര പ്രതിരോധ വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം ഇറാന് എന്താണ് വേണ്ടത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്, പെസ്കോ പറഞ്ഞു. ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഇറാനെ പിന്തുണച്ച് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ രംഗത്തെത്തിയിരുന്നു. ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത ഭീകരതയാണെന്നും ജൂതരാഷ്ട്രത്തെ ക്യാൻസർ എന്നും കിം വിശേഷിപ്പിച്ചു. അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും യുദ്ധത്തിൻ്റെ തീജ്വാലകൾ ആളിക്കത്തിക്കുകയാണെന്നും ഉത്തര കൊറിയൻ നേതാവ് ആരോപിച്ചു. അതിനിടെ US ആക്രമണങ്ങൾക്ക് മുമ്പ് ഇറാൻ ഫോർദോ ന്യൂക്ലിയർ പ്ലാന്റിൽ നിന്ന് യുറേനിയവും ഉപകരണങ്ങളും മാറ്റിയിരുന്നുവെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ന്യൂയോർക്ക് ടൈംസിനോടാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. 2 ഇസ്രായേലി ഉദ്യോഗസ്ഥരാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. അമേരിക്ക ഞായറാഴ്ച ആക്രമിച്ച 3 ആണവ കേന്ദ്രങ്ങളിലൊന്നാണ് ഇറാനിലെ ഫോർദോ ഫ്യുവൽ എൻറിച്ച്മെൻറ്റ് പ്ലാന്റ്. നദാൻസ്, ഫോഡോ, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി നശിച്ചു എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. പിന്നീട് പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങളിലും ഫോർദോ പ്ലാന്റിനും അത് സ്ഥിതി ചെയ്യുന്ന ടെഹ്റാന് തെക്കുള്ള പർവ്വതത്തിനും ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി കാണിച്ചിരുന്നു. 60% ശുദ്ധീകരിച്ച 400 കിലോഗ്രാം യുറേനിയം എൻറിച്ച്മെൻറ്റ് പ്ലാന്റിൽ നിന്ന് മാറ്റിയതായി റിപ്പോർട്ടുണ്ട്. US ആക്രമണങ്ങൾ റേഡിയേഷൻ ചോർച്ചാ ഭീഷണി ഉയർത്തിയപ്പോഴും ആക്രമിക്കപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ റേഡിയേഷന് കാരണമാകുന്ന വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ള മുതിർന്ന US ഉദ്യോഗസ്ഥർ ഇറാന്റെ യുറേനിയം ശേഖരം എവിടെയാണെന്ന് അറിയില്ലെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്.